ടിവിയും ഭാഷ അങ്ങനെ അല്ലേ. ഓക്കെ ഓക്കെ. കുറച്ച് ജോലി തിരക്കുണ്ടായിരുന്നു. അതെന്ത് പറ്റി? നല്ല തിരക്കായിരുന്നോ? ചൂടെങ്ങനെയുണ്ട് അനുവേട്ട അവിടേക്ക്? ഹായ് ഫ്രം മലേഷ്യ. ഹായ് ഹായ് ഹായ്. ഇൻഫിനിറ്റി ഗെയിംസ്. ഇൻഫിനിറ്റി ഗെയിം എൻ്റെ ഇടയ്ക്ക് ലൈവിൽ വരുന്നതാണല്ലോ. എന്തൊരു വിശേഷം അനൂപേട്ടാ? വിശേഷങ്ങൾ പറയണം. ഡിജിറ്റൽ വിശേഷം പറയണം. വിനീഷേട്ടൻ വിശേഷം പറയണം. എല്ലാവരും വിശേഷം പറയണം കേട്ടോ. സിയാദൊക്കെ വിശേഷം പറയണം. വിഷ്ണുക്കുട്ട മറന്നിട്ടല്ല ചേച്ചി, മെസ്സേജ് താഴോട്ട് വായിച്ചു വരുന്നതാണ്. മുത്തുമണി വിശേഷം പറയണേ. രജി ഇന്ന് ഇവർക്കൊന്നുമില്ലായിരുന്നു. ഇന്ന് വർക്കൊന്നും ഇല്ലായിരുന്നു അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. എൻ്റെ മിസ്റ്റേക്കാണ് കേട്ടോ, സോറി. ഇത് കേരളം, ചൂടില്ല, മഴ. അനൂപിയേട്ടൻ കേരളത്തിലാണല്ലോ അല്ലേ. വേറൊരു അനൂപിയേട്ടനാണ് കേട്ടോ, സന്തോഷിയേട്ടനാണ് ഒമാനിലെ. സോറി. വൈകുന്നേരം നല്ല മഴയുണ്ടായിരുന്നു ചേച്ചി. ആണോ? സുഖം തന്നെ എന്ന് പറയാം. ബാബുവേട്ടാ ഹായ്. മുത്തുമണി റേസേട്ടാ. ഫ്രെഡി ഹായ് ആൻറ്റി എന്ന് പറയുന്നത്. ഹായ് ഹൗ ആർ യു? വാട്ട് ആർ യു ഡൂയിങ്? ജോലി ഉണ്ടായിരുന്നു. ആണോ? അരുണേട്ടൻ എന്നാ ജോലി ചെയ്യുന്നത്? ഇതേ നമ്മുടെ ഈ അനൂപേട്ടാ, ഈ അരുണേട്ടനെ ഒന്ന് കൂട്ടാക്കണം കേട്ടോ. അരുണേട്ടൻ ഒരു വ്ളോഗറാണ് കേട്ടോ. പിന്നെ അനൂപേട്ടാ, നമ്മൾ സൂപ്പർ ചാറ്റൊക്കെ തുടങ്ങി. വിഷ്ണുമുത്തേ ചേച്ചി സൂപ്പർ ചാറ്റൊക്കെ തുടങ്ങി. അറിഞ്ഞില്ലായിരുന്നോ? ഇഷ്ടമുള്ളവർക്കൊക്കെ സൂപ്പർ ചാറ്റ് ചെയ്യാം. ആരെയും നിർബന്ധിച്ചൊന്നും ഞാൻ ചെയ്യിക്കുന്നില്ല. ചേച്ചിന് ഇഷ്ടമാണെങ്കിൽ സൂപ്പർ ചാറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ബാബുവേട്ടാ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. നമ്മുടെ ലൈവിൽ വരുന്ന റെജിയേട്ടാ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. റെജിയേട്ട സബ്ബാണല്ലോ. അതെ. ഫ്രെഡി ഹായ്. ഫ്രെഡി വിനുവേട്ടാ മുത്തുമണിന്ന് വിളിക്കുന്നുണ്ട്. എന്തോ മുത്തുമണി ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു മൂലയ്ക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ബാബുവേട്ടാ എന്താണ് ബാബുവേട്ടാ കൈപൊക്കി കാണിക്കുന്നുണ്ട്? അയ്യോ അതെവിടെയോ പിടിച്ച് ഞെക്കിയപ്പം ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ഗ്രീൻ ആയിപ്പോയല്ലോ. അമ്മേ ഇതിനി എങ്ങനെയാ മാറ്റുക? എവിടെയോ പിടിച്ച് ഞെക്കിയപ്പം ഗ്രീനായി പോയില്ലേ. ചേച്ചി തീരുമാനം തരുമോ? എന്ത് തീരുമാനം? ലവ് യു മഹേഷ് കുമാർ പറയുന്നു. ഓക്കെ താങ്ക് യു. ഗൗദ്രാജ് ഹായ്. ഗോവിന്ദ് രാജ് ഹൗ ആർ യു? നല്ല ഇറക്കങ്ങളാ. എങ്ങനെ കൂട്ടാൻ പറ്റുമെന്നോ? സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ, കൂട്ടാൻ കേട്ടോ. ലൈക്ക് ചെയ്തിട്ടുണ്ട്, സബ് ചെയ്യണം കേട്ടോ. വരുന്നവർ ഡബിൾ ടാപ്പ് ചെയ്യാൻ മറക്കരുതേന്ന് അനുവേട്ട പറഞ്ഞത്. അനുവേട്ട ഇന്ന് വർക്ക് ഉണ്ടായിരുന്നോ? ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ ഒന്നും കാണുന്നില്ലല്ലോ ചേച്ചി. എൻ്റെ മുത്തുമണി രാവിലെ 7 മണിക്ക് ഇന്നലെ 5:30 ഇന്ന് വെളുപ്പിന് 5:30 എഴുന്നേറ്റിട്ട് 7 മണിക്ക് ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ 11 മണിയായി. പിന്നെ ഞാൻ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊന്നും കയറി ഇരിക്കലില്ല. ഇപ്പം ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കൊക്കെ ചുമ്മാ ഇങ്ങനെയൊന്നും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെ അതിനൊന്നും അധികം സമയം ചിലവഴിക്കത്തില്ല കേട്ടോ. ഒരാളാണ് ഞാൻ. നാട്ടിലോട്ട് വിളിച്ചു വന്നു. പിന്നെ മക്കളെ വിളിച്ചില്ല. മമ്മിയും പപ്പായും ഉള്ളൂ നാട്ടിൽ, വേറെ ആരും ഇല്ല. ഒരനിയനുള്ളത് യൂറോപ്പിലാണ്. പിന്നെ മുടിയൊക്കെ പൊങ്ങിയിരിക്കുന്നല്ലേ. ഇപ്പോഴാണ് ഞാൻ ഫോണിനകത്തോട്ട് നോക്കുന്നത്. മുഖം വലിയ കുഴപ്പമില്ലാന്ന് നോക്കിയപ്പോൾ ഞാൻ അങ്ങോട്ട് ലൈവ് പോയതാണ്. നോക്കിയപ്പോൾ ഇതേ മുടി പൊങ്ങിയിരിക്കുന്നല്ലേ. സാധ്യമില്ലല്ലേ, ഇച്ചിരി അഴക് കുറഞ്ഞിരിക്കാനല്ലേ നല്ലത്. ചേച്ചി സുഖമാണോ എന്ന് ചോദിക്കുന്നു. പിന്നെ അല്ലേ. അമ്മക്കുട്ടി എന്തിൻ്റെ മുത്തുമണി വിശേഷം? സുഖം തന്നെയാണ് കേട്ടോ. സതീഷ് ഹായ്. സതീഷ് സിസ്റ്റർ ഞാൻ വന്നു എന്ന് പറയുന്നത്. സനീഷ് ഏട്ടൻ ലൈക്ക് അടിച്ചു വിട്ടുമോ എന്ന് പറയും. ലൈക്ക് മാത്രം അടിച്ചാൽ പോരാ, മെസ്സേജിലും പറയണം കേട്ടോ. നാട്ടിലോട്ട് വിളിച്ചു. പിന്നില്ലേ വിളിച്ചു. ചേച്ചി വീട്ടിൽ വിളിച്ചിട്ട് പിന്നെ വിളിച്ചു. മുത്തുമണി ലൈക്ക് 13 എന്ന് പറയുന്നു. మీరు జాను బాగున్నారా? ఏం చేసుకున్నారు? കബ്ബു വിഷ്ണുക്കേ എന്തോ മുത്തുമണിക്ക എനിക്ക് കേക്ക് മുറിച്ച് തരുവാണ്. എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം, ലൈക്ക് അടിക്കാന്ന് പറയുന്നത് സതീഷ് മുത്തുമണി. കത്തൂർ കബു ഹായ് പറയുന്നുണ്ട്. ഹായ് ബാഗുനാര അന്നം തിന്നാവ. ഷാജിസി ഹായ് പറയുന്നു. ആണോ ചേച്ചി? കുഴപ്പമില്ല. പിന്നല്ലാണ്ട് പിന്നെ ഞാനിങ്ങനെ വെറുതെ ഇരുന്നിട്ട് ആകെ ഒരു ബോറ്. കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിച്ചു കേട്ടോ. പഠിത്തം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാ വിചാരിച്ചെന്നാൽ ഇച്ചിരി നേരം ലൈവിൽ നേരത്തെ ഇന്ന് പോകാം. നോക്കിയപ്പോൾ സാറും മേഡം ഒന്നും ഇവിടെ ഇല്ല. എന്നാൽ പിന്നെ ലൈവിൽ പോകാമെന്ന് വിചാരിച്ചു. കുഞ്ഞിവിടെ വെറുതെ ഇരിക്കുക. അപ്പോൾ പിന്നെ അങ്ങ് ലൈവിലേക്ക് പോകുന്നു. ഈ ചേച്ചി ഹാപ്പി അല്ലേന്നോ? പിന്നെ ചേച്ചിനെ കണ്ടിട്ട് ദുഃഖം തോന്നുന്നുണ്ട്. പോടാ മുത്തുമണി. സതീഷ് ചേട്ടാ സൂപ്പർ ചാറ്റ് ചെയ്യുമോ ചേച്ചിക്ക്? എനിക്ക് ഹായ് സതീഷ് ചേട്ടാ പറഞ്ഞു എല്ലാവർക്കും ലൈവ് വിജയിപ്പിക്കുക എന്ന് പറയുന്നത്. എന്താ എൻ്റെ മുത്തിൻ്റെ വിശേഷങ്ങൾ? നാസർക്ക എന്നെ ഉറക്കം വരുമായിരുന്നു, സത്യമായിട്ടും പറയല്ലേ. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വെറുതെ വിചാരിച്ചു നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ ഉറക്കം പകുതി പോകുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിങ്ങ് വേഗം ഇതുണ്ടല്ലേ നിലത്തിങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ